സ്നേഹമുള്ളവരെ, ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് അൾജീരിയ. ഫ്രാൻസിൻ്റെ മുൻ കോളനിയായിരുന്നു അൾജീരിയ. ഒരു അൾജീരിയൻ പെൺകുട്ടി അമേരിക്കയിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ സ്വീകരിച്ചതിന് ശേഷം നടത്തിയ ഒരു പ്രസംഗം 2019-20കളിൽ യൂട്യൂബിൽ തരംഗമായിരുന്നു. ഇതാണ് ആ പെൺകുട്ടി പറഞ്ഞത്: ഞാൻ അൾജീരിയയിലെ ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ നാട്ടിൽ ആഭ്യന്തര കലഹവും യുദ്ധവും ഉണ്ടായി. പട്ടിണിയും പരിവട്ടവും അതിരൂക്ഷമായി. ഓരോ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്ന അച്ഛനോ അമ്മയോ തിരിച്ചെത്തുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്തത്ര അരക്ഷിതാവസ്ഥ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ അമ്മ മാർക്കറ്റിൽ ഒരു ആൾക്കൂട്ടം കണ്ട് അവിടെ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. അവിടെ ഫ്രഞ്ച് പട്ടാളക്കാർ കുറച്ച് ലിസ്റ്റുകൾ കൊടുത്ത് ഫ്രാൻസിലേക്ക് കുറച്ച് ആളുകളെ കുടിയേറ്റക്കാരായിട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ പേര് എഴുതി ചേർക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കുടുംബത്തിനും ഫ്രാൻസിലേക്ക് മാറി താമസിക്കാൻ പറ്റും. അതോടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ലഭിക്കും. അവർക്കൊരുപക്ഷെ ജീവിതത്തിലൊരു പുതിയ തുടക്കത്തിന് ആരംഭമായേക്കാം. ഈ ജീവനും മരണത്തിനുമിടയിൽ അൾജീരിയയിലെ പട്ടിണിയിൽ ആഭ്യന്തര കലാപത്തിനിടയിൽ ജീവിക്കുന്നതിനേക്കാൾ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനായിരിക്കും അത്. ആ പെൺകുട്ടിയുടെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ആ ഫോം മേടിച്ചു. പക്ഷേ ആ ഫോം എഴുതിയിരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയിലാണ്. ഈ സ്ത്രീക്ക് ഫ്രഞ്ച് അറിയില്ല, അത് പൂരിപ്പിക്കാൻ അറിയില്ല. അവർ പലരോടും സഹായം ചോദിച്ചു. ആരും സഹായിക്കാൻ മനസ്സില്ല, എല്ലാവരും തിരക്കുകളിലാണ്. അപ്പോൾ ഒരു ഫ്രഞ്ച് പട്ടാളക്കാരൻ ആ കടലാസ് മേടിച്ച് ആ സ്ത്രീയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് ആ കടലാസ് പൂരിപ്പിച്ചു കൊടുത്തു. 2 മാസങ്ങൾക്ക് ശേഷം ഈ കുടുംബത്തിന് ഫ്രാൻസിലേക്ക് കുടിയേറി പാർക്കുവാനുള്ള അനുമതി ലഭിച്ചു. അവർ ഫ്രാൻസിൽ കുടിയേറി പാർത്തു. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളിൽ ഈ പെൺകുട്ടിക്ക് പഠിക്കുവാൻ അവസരം ലഭിച്ചു. അവിടെ നിന്ന് സ്കൂൾ പഠനം പൂർത്തിയാക്കി ഈ പെൺകുട്ടി ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ വന്ന് ചേർന്ന് അവിടെ നിന്ന് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ പ്രസംഗം നടത്തുകയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഈ പ്രസംഗത്തിൽ പറയുകയാണ്, നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ചെറിയ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതിനാണ്. പലപ്പോഴും നമ്മളറിയാതെ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസം ആളുകളുടെ ജീവിതത്തിൽ വരുത്തുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ അവൾ പറയുകയാണ്, ആ പട്ടാളക്കാരൻ ആരാണെന്ന് എനിക്കറിയില്ല, അയാളിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അയാൾ ഒരു നിമിഷം ഒരു കരുതൽ കാണിച്ചത് കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവൻ തിരിച്ചു കിട്ടി, ഞങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ കിട്ടി, എനിക്കിപ്പോൾ ഡിഗ്രി പൂർത്തിയാക്കുവാൻ സാധിച്ചു. ഇതൊന്നും അയാൾക്കറിയില്ല. പക്ഷെ അയാൾ ചെയ്ത ഒരു ചെറിയ കാര്യം, അയാൾ ആ കടലാസ് മേടിച്ച് ഒന്ന് പൂരിപ്പിച്ചു കൊടുത്തു. സ്നേഹമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന കുറേ ചെറിയ കാര്യങ്ങളിൽ കൂടി നാഥൻ വലിയ കുറേ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മളതിനെ ചെറിയ കാര്യങ്ങൾ എന്ന് കരുതി അവഗണിക്കുന്ന പല കാര്യങ്ങളും നാഥൻ കാണുന്ന വലിയ ചിത്രത്തിലെ ഒത്തിരി പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഒരു കൊച്ചുകുട്ടിയുടെ തോളിൽ തട്ടി മോനെ നീ നന്നായിട്ടത് ചെയ്തു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കാം. വീണ്ടും പല നേട്ടങ്ങളും നേടുവാനായിട്ടായി കുട്ടി അത് പ്രേരിപ്പിച്ചേക്കാം. കരയുന്ന ഒരാളോട് സാരമില്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ വാക്കായിരിക്കാം, പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമായിരിക്കാം. ഇങ്ങനെ ഒരാൾക്ക് ഒരു പുഞ്ചിരി കൊടുക്കുന്നത്, ഒരാളുടെ കൂടെ അല്പസമയം ഇരിക്കുന്നത്, ഒരാളോട് ഒരു ആശ്വാസവാക്ക് പറയുന്നത്, ഒരാളോട് അല്പം ക്ഷമ കാണിക്കുന്നത്, ഒരാളെ അല്പം പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതൊക്കെ അതിൽ തന്നെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഇതിലേക്ക് എന്തിരിക്കുന്നു നമ്മൾ പറയും. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിയാത്ത വഴികളിലൂടെ ദൈവം പലരുടെയും ജീവിതത്തിൽ വലിയ കാര്യങ്ങളാക്കി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ചിന്തിക്കുന്നതിന് പകരം ചെറിയ കാര്യങ്ങൾ കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ പൂർണ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ ഫ്രീക്വൻസി, കൂടുതൽ തവണകളിലായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ പൂവിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. നമ്മളറിയാതെ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ വസന്തം തീർക്കുകയായിരിക്കും ചെയ്യുക. ഓരോ തിരുനാളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ആഘോഷം നടത്തി അതിനുശേഷം സാധാ ജീവിതത്തിലേക്ക് മടങ്ങുവാനല്ല. ഓരോ തിരുനാളും നമ്മെ വെല്ലുവിളിക്കുന്നത് ഓരോ ദിവസവും എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പൂവിരിക്കുവാനാണ്. ചെറിയ അനേകം കാര്യങ്ങളിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിളക്കാകുവാനാണ്.
നമ്മുടെ ദിവ്യബലി തുടരുമ്പോൾ ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും കൂടുതൽ ഒരല്പം കൂടുതൽ സ്നേഹത്തോടെ, ഒരല്പം കൂടുതൽ ദൈവം ഇതിനെ ഒരു വലിയ കാര്യമാക്കി തീർക്കും എന്ന മനസ്ഥിതിയോടെ, നന്മകളെ അവഗണിക്കാതെ കൂടുതൽ ആവേശത്തോടെ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഒരു മനോഭാവത്തിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദിവ്യബലി തുടരുമ്പോൾ പ്രാർത്ഥിക്കാം.